നമ്മുടെ ബഹുമാനിയായ ഉമാ തോമസ് ഒരു കാര്യം പറയണേ, ഒരു മിനിറ്റ്. ഉമാ തോമസ് ഒരു കാര്യം പറയണേ. ഉമാ തോമസിനോട് ഞങ്ങൾക്ക് അഭ്യർത്ഥിക്കാനുള്ളത്, നിങ്ങളെ വിഷമിപ്പിക്കാൻ വേണ്ടി പറയല്ല, SFIയെ കുറിച്ച് വല്ലാണ്ട് നിങ്ങൾ പറയുന്നുണ്ടല്ലോ. SFI നേതാവായിരുന്നു സൈമൺ ബ്രിട്ടോ. ഈ സൈമൺ ബ്രിട്ടോയെ ആക്രമിച്ച് കൊലപ്പെടുത്താൻ ശ്രമിച്ചതിൻ്റെ പിന്നിൽ ആരായിരുന്നു? നിങ്ങൾ SFI ആക്രമിക്കുമ്പോൾ പഴയ കേസ് എന്താണ് എന്ന് ആലോചിച്ച് കാര്യങ്ങൾ പറഞ്ഞാൽ മതി എന്ന് മാത്രമേ അതേക്കുറിച്ച് പറയാനുള്ളൂ. ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവേ, നിങ്ങൾക്ക് കാസർഗോഡ് നിന്ന് ചെറിയൊരു അപകടം സംഭവിച്ചു. ഞങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിൽ വന്നത് ഉടനെ കൂടോത്രാണോ? സംഗതി ഭയങ്കര അപകടത്തിലാണ് നിങ്ങൾ പോകുന്നതെന്ന് ആലോചിക്കണം. ഉദുമ MLAയും CPIMന്റെ കാസർഗോട്ടെ മുതിർന്ന നേതാവുമായിട്ടുള്ള CH കുഞ്ഞമ്പുവിൻ്റെ വാക്കുകളാണ് പ്രേക്ഷകർ കേട്ടത്. നിയമസഭയിൽ ഉപധനാഭ്യർത്ഥന ചർച്ചയിൽ പങ്കെടുത്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹത്തിന് മുൻപായിട്ട് സംസാരിച്ചവരിൽ ഒരാളായിരുന്നു തൃക്കാക്കര MLA ഉമാ തോമസ്. ഉമാ തോമസ് സംസാരിക്കുന്നതിനിടെ SFIയെക്കുറിച്ച് വല്ലാണ്ടങ്കേറി വ്യാകുലപ്പെട്ടു. അതുകൊണ്ട് CH കുഞ്ഞമ്പു തൻ്റെ അവസരം കിട്ടിയപ്പോൾ തിരിച്ചൊരു ചോദ്യം ചോദിച്ചു, സൈമൺ ബ്രിട്ടോയെ ഓർമ്മയുണ്ടോയെന്ന്. ആ ചോദ്യത്തിന് ശേഷം പിന്നെ പ്രതിപക്ഷം മിണ്ടിയിട്ടില്ല. വളരെ പ്രധാനപ്പെട്ടൊരു ചോദ്യമായിരുന്നു. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഉമാ തോമസിൻ്റെ മരണപ്പെട്ടുപോയ ഭർത്താവ് PT തോമസിന് സൈമൺ ബ്രിട്ടോയെ നന്നായിട്ട് അറിയാമായിരുന്നു. അത് എങ്ങനെ അറിയാമെന്ന് പ്രേക്ഷകർക്കും വളരെ നന്നായിട്ട് അറിയാം. അതുകൊണ്ട് തന്നെയാണ് ആ ചോദ്യം CH കുഞ്ഞമ്പു തിരിച്ചു ചോദിച്ചത്. KSUവിന് ഒരു ഭൂതകാലമുണ്ട്. ആ ഭൂതകാലത്തെക്കുറിച്ച് KSUവിന് ഒരു ഭൂതകാലമുണ്ട്. ആ ഭൂതകാലത്തെക്കുറിച്ച് കൂടുതലൊന്നും പറയിപ്പിക്കില്ലെന്നും വ്യക്തമായിട്ട് CH കുഞ്ഞമ്പു പ്രതിപക്ഷത്തെ നോക്കി പറയുന്നുണ്ട്. നമുക്ക് അദ്ദേഹത്തിൻ്റെ ആ വാക്കുകൾ നമുക്കൊന്ന് കേൾക്കാം. ഈ കോൺഗ്രസിന് എന്താണ് സാർ പറ്റിയത്? നമ്മുടെ പ്രതിപക്ഷ നേതാവ് ഇവിടെ ഉള്ളതുകൊണ്ടാണ് ഞാൻ ചോദിക്കുന്നത്. നിങ്ങളിപ്പോൾ വിജയിച്ചത് നിങ്ങളുടെ ഒരു അധപ്പതനത്തിൻ്റെ തുടക്കമാണ് എന്നാണ് എനിക്ക് തോന്നുന്നത്. അത്ര അഹങ്കാരത്തിലാണ് നിങ്ങളുള്ളത്. ഇപ്പോൾ നിങ്ങൾ KPCC പ്രസിഡന്റ് K സുധാകരനെ അപായപ്പെടുത്താൻ കൂടോത്രം വെച്ചു. സുധാകരൻ്റെയും രാജ്മോഹൻ ഉണ്ണിത്താൻ്റെയും സാന്നിധ്യത്തിൽ പത്തനംതിട്ടക്കാരനായ മന്ത്രവാദി കൂടോത്ര സാധനങ്ങൾ കണ്ടെടുക്കുന്ന വീഡിയോ ദൃശ്യങ്ങൾ പുറത്തു വന്നു. ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവേ, നിങ്ങൾക്ക് കാസർഗോഡ് നിന്ന് ചെറിയൊരു അപകടം സംഭവിച്ചു. ഞങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിൽ വന്നത് ഉടനെ കൂടോത്രാണോ? സംഗതി ഭയങ്കര അപകടത്തിലാണ് നിങ്ങൾ പോകുന്നതെന്ന് ആലോചിക്കണം. സുധാകരൻ്റെ കണ്ണൂരിലെ നടാലിലെ വീട്ടിൽ, അത് കന്നിമൂല വീടിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗമാണല്ലോ, അവിടെയാണ് വെച്ചത്. തെയ്യം, ആള്, കൈ, കാല്, ഹൃദയം, വീട് എന്നിവയുടെ രൂപങ്ങളാണ് മന്ത്രവാദി പുറത്തെടുത്തത്. തിരുവനന്തപുരത്ത് ഇന്ദിരാഭവനിൽ വെച്ചു. പേട്ടയിലെ KPCC പ്രസിഡന്റ് താമസ സ്ഥലത്ത് വെച്ചു. ഡൽഹിയിലെ നർമ്മദ ഫ്ലാറ്റിലും കൂടോത്രം വെച്ചു. തകിടും ഭസ്മവും കിട്ടി. ഭസ്മം മാറ്റുന്നതിനിടെ ആ ഭസ്മം മാറ്റുന്ന ജീവനക്കാരന് ബോധക്ഷയമുണ്ടായി. ഇതെന്താണ് സംഭവം? അല്ല, ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് സാർ, ഇപ്പോൾ ജസ്റ്റ് നൗ, ഇപ്പോൾ അല്ല, ഇത് പഴയ സംഭവം എന്നല്ല, ഇപ്പോഴാണ് ഇതിലെടുത്തത്. പഴയ സംഭവമല്ല, ഇപ്പോൾ ഈ ഒരാഴ്ചക്കുള്ളില്ല. തന്നെ തോൽപ്പിക്കാൻ DCCയിലും MB ഓഫീസിലും കൂടോത്രം വെച്ച് വന്ന് രാജ്മോഹൻ ഉണ്ണിത്താൻ കാസർഗോഡ്. ഉണ്ണിത്താൻ തനി അന്ധവിശ്വാസിയാണ് എന്ന് KPCC സെക്രട്ടറി ബാലകൃഷ്ണൻ പെരിയ. മന്ത്രവാദത്തിലും കൂടോത്രത്തിലും കുടുങ്ങി കോൺഗ്രസ് ഒരു വഴിക്ക് എത്തി. അതാണ് ഞാൻ പറഞ്ഞത്, നിങ്ങൾ അധപ്പതനത്തിൻ്റെ കാലത്താണ്. KPCC എന്ന് പറഞ്ഞാൽ കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റി എന്നാണ്. ഇപ്പോൾ കേരള പ്രദേശ് കൂടോത്രം കമ്മിറ്റിയായി നിങ്ങൾ മാറിയിട്ടുണ്ട്. നിങ്ങൾ രക്ഷപ്പെടാൻ പോകുന്നില്ല, കൂടോത്രത്തിൽ കുടുങ്ങി. കാസർഗോഡ് MP ശ്രീ രാജ്മോഹൻ ഉണ്ണിത്താൻ തൻ്റെ ആസ്തി വികസന ഫണ്ട് ഉപയോഗിച്ച് സ്ഥാപിച്ച ഹൈമാക്സ് മിനിമാക്സ് പദ്ധതിയിൽ നിന്ന് ഓരോന്നിനും ഓരോ ലക്ഷം രൂപ വീതം 350 എണ്ണത്തിന് 3.5 കോടി രൂപ അഴിമതി നടത്തിയെന്ന് പറയുന്നത് KPCC സെക്രട്ടറി. ഞങ്ങളാരും പറഞ്ഞല്ല, KPCC സെക്രട്ടറി. ഈ കൂടെ നടന്ന KPCC സെക്രട്ടറി, വലം കൈയായി നടന്ന KPCC സെക്രട്ടറി ബാലകൃഷ്ണൻ പെരിയാണ് പറയുന്നത് ഇങ്ങനെ അഴിമതി നടത്തിയിട്ടുണ്ട് എന്ന്. ബഹുമാനപ്പെട്ട മന്ത്രിയോട് പറഞ്ഞത് അത് സംബന്ധിച്ച് അന്വേഷണം നടത്തണം, അങ്ങനെ അഴിമതിക്കാരനായി നടക്കാൻ വിടാൻ പാടില്ല, അദ്ദേഹത്തെക്കുറിച്ച് അന്വേഷണം നടത്തണമെന്നാണ്. അപ്പോൾ ഈ നിലയിൽ കോൺഗ്രസ് ആകെ ഒരു അധപ്പതനത്തിൻ്റെ വക്കിൽ നിൽക്കുന്ന ഒരു ഘട്ടത്തിലാണ് നമ്മളിപ്പോൾ ഉള്ളത്. ഇവിടെ ഇതെല്ലാം ശരിയായ കാര്യമാണ്. ഞാൻ പറയും, ഇപ്പോൾ ഇവിടെ നമ്മുടെ ബഹുമാനിയായ ഉമാ തോമസ് ഒരു കാര്യം പറയണേ, ഒരു മിനിറ്റ്. ഉമാ തോമസ് ഒരു കാര്യം പറയണേ. ഉമാ തോമസിനോട് ഞങ്ങൾക്ക് അഭ്യർത്ഥിക്കാനുള്ളത്, നിങ്ങളെ വിഷമിപ്പിക്കാൻ വേണ്ടി പറയല്ല, SFIയെ കുറിച്ച് വല്ലാണ്ട് നിങ്ങൾ പറയുന്നുണ്ടല്ലോ. SFI നേതാവായിരുന്നു സൈമൺ ബ്രിട്ടോ. ഈ സൈമൺ ബ്രിട്ടോയെ ആക്രമിച്ച് കൊലപ്പെടുത്താൻ ശ്രമിച്ചതിൻ്റെ പിന്നിൽ ആരായിരുന്നു? ഞാൻ പേര് പറയുന്നില്ല, ഇപ്പം ഞാൻ പേര് പറയുന്നില്ല, ആരായിരുന്നു എന്ന് നിങ്ങളൊന്ന് പരിശോധിച്ച് പറഞ്ഞാൽ മതി. ഏതായാലും ഒരു കാര്യമുണ്ട്, നിങ്ങൾ SFI ആക്രമിക്കുമ്പോൾ പഴയ കേസ് എന്താണ് എന്ന് ആലോചിച്ച് കാര്യങ്ങൾ പറഞ്ഞാൽ മതി എന്ന് മാത്രമേ അതേക്കുറിച്ച് പറയാനുള്ളൂ. സർ, ഞാനിനി ധനാഭ്യർത്ഥനകളിലേക്ക് വരാം. കേന്ദ്രം നമ്മുടെ സംസ്ഥാനത്തോട് കാണിക്കുന്നത്
അതിതീവ്ര സാമ്പത്തിക കടന്നാക്രമണമാണ്. ഇതിനെ ചെറുക്കാൻ, സംസ്ഥാന താല്പര്യം സംരക്ഷിക്കാൻ സങ്കുചിത രാഷ്ട്രീയം കാരണം UDF തയ്യാറില്ല. നമ്മുടെ സംസ്ഥാനത്തെ തകർച്ചയിലേക്ക് എത്തിക്കുന്നതിനാണ് UDFന് താല്പര്യം. നിങ്ങൾ വിചാരിക്കും ആ കാരണത്താലാണ് നിങ്ങൾക്ക് വോട്ടെല്ലാം കിട്ടി ജയിച്ചു പോയത് എന്നൊക്കെ നിങ്ങൾ കരുതണ്ടാവാം. പക്ഷേ കേരളത്തിൻ്റെ തകർച്ച ഇന്നല്ലെങ്കിൽ നാളെ നിങ്ങൾ ദുഃഖിക്കും. ഇന്ന് ചിരിക്കുന്ന, ഇന്ന് സന്തോഷിക്കുന്ന നിങ്ങൾ നാളെ ദുഃഖിക്കാനിരിക്കുന്നതേ ഉള്ളൂ എന്നാണ് ഈ സംഭവങ്ങൾ തെളിയിക്കുന്നത്. എന്നിട്ടും കേരളം അഭിമാനത്തോടുകൂടി തലയുയർത്തി നിൽക്കുന്നു. ശരിയായ ധനം മാനേജ്മെൻറ്റാണ് കേരളത്തിൽ നടക്കുന്നത്. നിങ്ങൾ എന്ത് ആക്ഷേപം ഉന്നയിച്ചാലും ബാലഗോപാലിൻ്റെ നേതൃത്വത്തിൽ ഉള്ള സമ്പത്തിനെ കൃത്യമായി വിനിയോഗിച്ച് ശരിയായ നിലയിൽ തന്നെയാണ് പ്രതിപക്ഷ നേതാവ് ചിരിക്കുന്നുണ്ട്. എനിക്കറിയാം. തനത് വരുമാനം നല്ലപോലെ വർദ്ധിപ്പിച്ചു, ഇല്ല എന്ന് പറയാൻ പറ്റുമോ? നികുതി പിരിവ് ഊർജിതമാക്കി, അതുപോലെ തന്നെ ചെലവ് ചുരുക്കി. നിങ്ങൾ ചെലവ് കൂട്ടി എന്നാണ് പറഞ്ഞത്. ചെലവ് ചുരുക്കി. ഏതെങ്കിലും ഒരു ദിവസം ട്രഷറി പൂട്ടിയോ? നിങ്ങളുടെ കാലത്ത് ട്രഷറി പൂട്ടിയിരുന്നില്ലേ? വികസന പ്രവർത്തനത്തിന് പണം എവിടെയെങ്കിലും തടസ്സമായോ? എല്ലാ വികസന പ്രവർത്തനങ്ങളും നടക്കുകയല്ലേ? അപ്പോൾ ഇതെല്ലാം ഇവിടെ ഉണ്ടാകുമ്പോൾ നിങ്ങളിങ്ങനെ ഈ ആക്ഷേപം പറഞ്ഞ്, ഞാൻ കഴിഞ്ഞ ദിവസം പ്രതിപക്ഷ നേതാവ് ആ വിഷയത്തെക്കുറിച്ച് സംസാരിക്കുമ്പോൾ നന്നായി ശ്രദ്ധിച്ച ഒരാളാണ്. നിങ്ങൾ പറഞ്ഞ ചില കാര്യങ്ങളോട് ഞങ്ങൾക്ക് യോജിപ്പുണ്ട്, ചില കാര്യങ്ങളോട്. പക്ഷേ ഒരു കാര്യമുണ്ട്, വസ്തുത മറച്ചു വെച്ച് പറഞ്ഞില്ല. നിങ്ങളിപ്പോൾ എന്താ പറയുന്നത്? ഈ ധനപ്രതിസന്ധിയുടെ കാരണം കേന്ദ്രമല്ല, നിങ്ങൾ എന്താ പറയുക, ധൂർത്തും അഴിമതിയുമാണ്. നിങ്ങൾ കുറേ അഴിമതി ആരോപണം ഉന്നയിച്ചു. ഈ കഴിഞ്ഞ 10 കൊല്ലം കൊണ്ട് 8 കൊല്ലം കൊണ്ട് നിങ്ങൾ ഏകദേശം ഒരു 10-12 അഴിമതി ആരോപണം ഉന്നയിച്ചു. ഈ അഴിമതി ആരോപണങ്ങളുടെ ആയുസ് എത്രയായിരുന്നു? 1 മിനിറ്റ്, അര ദിവസം, 1 ദിവസം, എല്ലാം ജലരേഖയായി. ഏതെങ്കിലും ഒരു അഴിമതി ആരോപണം തെളിയിക്കാൻ നിങ്ങൾക്ക് പറ്റിയോ? അപ്പോൾ നിങ്ങൾ ജയിച്ചത് എങ്ങനെയാണെന്നല്ലേ? ജയിച്ചത് നിങ്ങൾ ഈ കാരണം കൊണ്ടൊന്നും അല്ല. നിങ്ങൾ ജയിച്ചത് ഒരു പ്രത്യേക രാഷ്ട്രീയ സാഹചര്യത്തിൽ ജയിച്ചതാണ്. അത് കഴിഞ്ഞ തവണ വിശദീകരിച്ചുകൊണ്ട് ഞാൻ വീണ്ടും കിടക്കുന്നില്ല. ആ ജയത്തിൽ നിങ്ങൾ അഹങ്കരിക്കൊന്നും വേണ്ട. നിങ്ങൾക്ക് നല്ല കനത്ത തിരിച്ചടി നമ്മുടെ നാട്ടിലെ ജനങ്ങൾ തന്നുകൊള്ളും. അത് നിങ്ങൾ ഭയപ്പെടേണ്ട. അഴിമതിയും ധൂർത്തുമാണ് എന്നെല്ലാം പറയുന്നത് യാതൊരു അർത്ഥവുമില്ലാത്തതാണ്. പിന്നെ ധൂർത്തിനെ കുറിച്ചാണ് നിങ്ങൾ പറയുന്നത്. എന്താണ് ഈ ധൂർത്ത്? ധൂർത്തെന്ന് പറഞ്ഞ് നമ്മൾ സാധാരണ കേൾക്കും. ധൂർത്തെന്ന് പറഞ്ഞാൽ ഈ അനാവശ്യമായ ചെലവ്, ആഡംബരം, അതുപോലെ തന്നെ മറ്റേത് അങ്ങനെ എന്തെങ്കിലും. എന്താണ് ഈ ഗവൺമെൻറ് വന്നതിന് ശേഷമുള്ള ധൂർത്ത്? കേരളീയം പരിപാടിയാണോ നിങ്ങൾ ധൂർത്തെന്ന് പറയുന്നത്? എത്ര? 3 കോടി രൂപ. ആ 3 കോടി രൂപയുടെ കേരളത്തിൽ പ്രശ്നം തീരുമോ? അതുപോലെ തന്നെ നവകേരള സദസ്സ്, നേരത്തെ ഇവിടെ പറഞ്ഞു, നവകേരള സദസ്സാണോ? എത്ര പൈസയാണ് നവകേരള സദസ്സിന് ഖജാനാവിൽ നിന്ന് ചിലവാക്കിയത്? 0. ഓരോ സ്ഥലത്തും ലക്ഷക്കണക്കിന് ആളുകൾ കൂടി ഇത്ര ആർഭാടത്തോടു കൂടി നടത്തിയ പരിപാടി ജനങ്ങൾ സ്പോൺസർ ചെയ്ത പരിപാടിയാണത്. ഒരൊറ്റ പൈസ ഖജാനാവിൽ നിന്ന് എടുത്തിട്ടില്ല. പിന്നെ അതാ പൊതുജനാരോഗ്യവും പൊതുവിദ്യാഭ്യാസവും മെച്ചപ്പെട്ടതാണോ ഈ അഴിമതി എന്ന് പറയുന്നത്, ധൂർത്തെന്ന് പറയുന്നത്? നിങ്ങളുടെ കാലത്ത് നേരത്തെ ഇവിടെ പറഞ്ഞില്ലേ, 2000 സ്കൂൾ പൂട്ടാൻ തീരുമാനിച്ച സ്ഥാനത്താണ് ഇന്ന് പൊതുവിദ്യാഭ്യാസ സ്ഥാപനത്തെ ഏറ്റവും മികച്ച നിലയിൽ കേരളത്തിൽ, ഇന്ത്യയിൽ തന്നെ 1ാം സ്ഥാനത്ത് നിൽക്കുന്ന നിലയിലേക്ക് എത്തിച്ചില്ലേ? അപ്പോൾ ആ പറയുന്നത് എന്തർത്ഥമാണുള്ളത്? പാവങ്ങൾക്ക് ലൈഫിലൂടെ വീട് കൊടുത്തതാണോ ഭയങ്കര ധൂർത്തായി നിങ്ങളിവിടെ വ്യാഖ്യാനിക്കുന്നത്? അതുപോലെ തന്നെ അതിദരിദ്രരെ കണ്ടെത്തി 64,006 പേരെ. ആ കുടുംബങ്ങൾ അവർ പല കാരണങ്ങളാലും സാമ്പത്തികമായി വളരെ പിന്നോക്കമായി, മാനസികമായി പിന്നോക്കമായി, അവർ ഡിപ്രഷനിലായി. അത്തരം ആളുകളെ കണ്ടെത്തി ആ കുടുംബത്തിന് മൈക്രോ ഡെവലപ്മെൻറ്റ് സ്കീം അനുസരിച്ച് അവരെ ഒന്ന് മുഖ്യധാരയിൽ എത്തിക്കാൻ വേണ്ടിയുള്ള ശ്രമം നടത്തിയതാണോ ഈ സർക്കാർ ചെയ്ത ധൂർത്തും അഴിമതിയും എന്ന് പറയുന്നത്? പിന്നെ നിങ്ങൾ പ്രയോറിറ്റി എന്ന് പറയാറുണ്ട്. എന്താ ഈ പ്രയോറിറ്റി? ഞങ്ങളുടെ പ്രയോറിറ്റി പാവങ്ങൾ. പ്രതിപക്ഷ നേതാവ് ഇടയ്ക്കിടയ്ക്ക് പറയും നിങ്ങളുടെ പ്രയോറിറ്റിയിലാണ് ഭയങ്കര തകരാറ്. ഞങ്ങളുടെ പ്രയോറിറ്റി പാവങ്ങളെയാണ്. ഇപ്പോൾ പെൻഷൻ കൊടുക്കുന്നത് എന്തുകൊണ്ടാണ്? പെൻഷൻ കൊടുക്കുന്നത് ഈ പാവങ്ങളെ സഹായിക്കാൻ വേണ്ടി മാത്രമല്ലേ? ഇപ്പം ഞാൻ പറയാം, നിങ്ങൾ കഴിഞ്ഞ കാലത്ത് 600 രൂപ തോതിൽ ഏകദേശം ഒരു 10-20 ലക്ഷം ആക്കി കൊടുത്തിരുന്നു. അതിന് 18 മാസം കുടിശ്ശിക. 18 മാസം വന്ന് കേൾക്കുമ്പോൾ നിങ്ങൾ തുള്ളും. അല്ല 18 മാസം വന്ന് ചരിത്രത്തിലല്ലേ, രേഖയിലുള്ളതല്ലേ? LDF എത്ര? 1600 രൂപ. അല്ല പ്രതിപക്ഷ നേതാവേ, നിങ്ങളൊന്ന് കറക്റ്റ് ഒന്ന് നോക്ക്. 18 മാസം തന്നെ, നിങ്ങൾ സംശയിക്കണ്ട. LDFിൻ്റെ കാലത്ത് 1600 രൂപ. 600 അല്ല, 1600. എത്ര ലക്ഷം പേർക്ക്? 64 ലക്ഷം പേർക്ക്. കുടിശ്ശിക എത്ര മാസം? 2-3 മാസം കൊടുക്കും. ഒരൊറ്റ പൈസ കുടിശ്ശികയില്ലാതെ മുഴുവൻ തുകയും കൊടുക്കുമെന്ന് ധനമന്ത്രിയും മുഖ്യമന്ത്രിയും പ്രഖ്യാപിച്ചിട്ടുണ്ട്. കൊടുക്കും. അപ്പോൾ പിന്നെ നിങ്ങൾ ഈ പറഞ്ഞതിനർത്ഥം നിങ്ങളുടെ കാലത്ത് ഇത്രയാണ് കൊടുത്തെങ്കിൽ, ഇപ്പോൾ 1ാം പിണറായി സർക്കാരിൻ്റെ കാലത്ത്, നിങ്ങളുടെ കാലത്ത് 64 ലക്ഷം, പിന്നെ 1ാം പിണറായി സർക്കാരിൻ്റെ കാലത്ത് 31,154 കോടി രൂപയാണ് കൊടുത്തത്. 2ാം പിണറായി സർക്കാർ 29,958 കോടി രൂപ ഇപ്പോൾ തന്നെ കൊടുത്തു കഴിഞ്ഞു. നിങ്ങളുടെ കാലത്ത് ഇതിൻ്റെ ഏകദേശം ഇതിൻ്റെ പകുതി ഉണ്ടായിരുന്നു, ഒരു കാൽഭാഗം ഉണ്ടായിരുന്നു. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ നിങ്ങളിങ്ങനെ വെറുതെ പറയുകയാണ്.
ഇപ്പോൾ കേരളം എന്തുകൊണ്ടാണ് ഇങ്ങനെ ആയത്? കേരളം ഇന്ന് നേരിടുന്ന ധനപ്രതിസന്ധിയുടെ പ്രധാന കാരണം കേന്ദ്ര റവന്യൂ വിഹിതത്തിൽ വരുത്തിയ കുറവും വായ്പാ അനുപാതത്തിൽ വന്ന കുറവുമാണ്. ഇതൊരു യാഥാർത്ഥ്യമല്ലേ? ആ യാഥാർത്ഥ്യം നിങ്ങൾ മനസ്സിലാക്കണ്ടേ? അതിൽ കൂടെ നിങ്ങൾ നിൽക്കണ്ടേ? ഇപ്പോൾ ഡിവിസിബിൾ പൂളിൽ നിന്ന് നമുക്ക് ലഭിക്കുന്ന തുക 10ാം ധനകാര്യ കമ്മീഷൻ ഇടയ്ക്കിടയ്ക്ക് നമ്മുടെ ധനമന്ത്രി പറയാറുണ്ട്. ഇവിടെ 10ാം ധനകാര്യ കമ്മീഷൻ 3.8%, 14ാം ധനകാര്യ കമ്മീഷൻ 2.5%, 15ാം ധനകാര്യ കമ്മീഷനിലേക്ക് എത്തുമ്പോൾ അത് 1.9%, തുക കുറയുകയാണോ കൂടുകയാണോ? അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ നിങ്ങൾ വസ്തുതകളുടെ കൂടെ, സത്യത്തിൻ്റെ കൂടെ, യാഥാർത്ഥ്യത്തിൻ്റെ കൂടെ നിങ്ങൾ നിൽക്കുന്നില്ല. നിങ്ങൾ കൂടോത്രത്തിലാണ് പെട്ടിരിക്കുന്നത്. അതുകൊണ്ട് നിങ്ങൾ കേരളത്തെ രക്ഷപ്പെടുത്തണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ നമുക്ക് യോജിച്ച് മുന്നോട്ട് പോകണം. ഈ മറ്റു കാര്യത്തില്ല, നിങ്ങൾ മറ്റെല്ലാ വിയോജിപ്പും നിങ്ങൾ പ്രകടിപ്പിച്ചോളൂ. പക്ഷേ കേരളം രക്ഷപ്പെടണ്ടേ? കേരളം ഇന്ത്യക്ക് എല്ലാ രംഗത്തും മാതൃകയാണ്. സമയമില്ലാത്തതുകൊണ്ട് പറയാൻ കഴിയുന്നില്ല. ഏകദേശം 32 അവാർഡുകൾ, ഒറ്റ മിനിറ്റ് സർ, 32 അവാർഡിലായിട്ടില്ല, സമയമായിട്ടില്ല, 2 മിനിറ്റ് എല്ലാവർക്കും കൊടുത്തിട്ടുണ്ട്. 32 അവാർഡുകൾ കേരളം വാങ്ങിയിട്ടുണ്ട്. ഞാൻ പെട്ടെന്നൊന്ന് വായിക്കാം. വികസന ക്ഷേമരംഗത്ത് പബ്ലിക് അഫയേഴ്സ് ഇൻഡെക്സിൽ കേരളം നമ്പർ 1, മികച്ച ഭരണം കാഴ്ചവെച്ച സംസ്ഥാനം കേരളം നമ്പർ 1, സുസ്ഥിര വികസനം സൂചിക കേരളം നമ്പർ 1, ദേശീയ ആരോഗ്യ സൂചിക കേരളം നമ്പർ 1, ഏറ്റവും അഴിമതി കുറഞ്ഞ സംസ്ഥാനം കേരളം നമ്പർ 1, അതുപോലെ തന്നെ വർഗീയ കലാപങ്ങളില്ലാത്ത സംസ്ഥാനം കേരളം, വിദ്യാഭ്യാസ വികസന സൂചികയിൽ നമ്പർ 1 കേരളം, വയോജന പരിപാലന രംഗത്ത് ഏറ്റവും മികച്ച സംസ്ഥാനം കേരളം, വയോജന ശ്രേഷ്ഠ പുരസ്കാരം നേടിയ സംസ്ഥാനം കേരളം, വിദ്യാഭ്യാസ മികവ് നമ്പർ 1 കേരളം, രാജ്യത്ത് ഏറ്റവും കൂടുതൽ സൗജന്യ ചികിത്സ കേരളം, അതുപോലെ തന്നെ പൊതുവിദ്യാഭ്യാസം നമ്പർ 1 കേരളം, പെൺകുട്ടികളുടെ വിദ്യാഭ്യാസത്തിൽ നമ്പർ 1 കേരളം, ഗ്രാമപഞ്ചായത്ത് പട്ടികജാതി വികസന കോർപ്പറേഷൻ തുടങ്ങിയവയിൽ നമ്പർ 1 കേരളം, പട്ടിക വർഗ വികസനത്തിൽ നമ്പർ 1 കേരളം, കുടുംബശ്രീ നടത്തിപ്പിൽ കേരളം. ചുരുക്കി പറഞ്ഞാൽ എല്ലാ രംഗത്തും മുന്നേറിക്കൊണ്ടിരിക്കുന്ന കേരളം. ആ കേരളത്തെ തകർക്കാൻ പ്രതിപക്ഷം നിൽക്കരുത്. നിങ്ങൾ ക്രിയാത്മകമാകണം. നിങ്ങൾ കേരളത്തിനൊപ്പം നിൽക്കണം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ധനാഭ്യർത്ഥനകളെ പിന്തുണച്ച് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കും.